സോറി, വരാനൊത്തില്ല. അതെന്റെ തെറ്റ്. ആ വിട്ടുകള, നീ ക്ഷമിക്കും. ഫുഡ് ഞാൻ ഉണ്ടാക്കാം. ഈ മൂടൊക്കെ ഒന്ന് മാറട്ടെ. ചെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പെർഫ്യൂം അടിക്കണം, എന്നിട്ട് കിടന്നു തരണോ അല്ലേ? അല്ലേ എന്നതൊക്കെയുടെ പറയുന്നത്? മമ്മ മരിച്ചേക്കുന്ന ഈ അവസ്ഥയില് ഞാൻ അങ്ങനെയൊക്കെ പറയൂ? അങ്ങനെയൊക്കെ ചെയ്യൂ? വേണ്ട, അഭിനയിക്കണ്ട. ഏത് മൂഡിലായാലും ദേഷ്യപ്പെടുന്നതും ഒച്ചയുണ്ടാക്കുന്നതും എനിക്കിഷ്ടമല്ല. അതറിയാമല്ലോ മുൻപ്. ഒന്ന് പോയി തരാവോ? അങ്ങനെ പറഞ്ഞാലോ? ഇത് കഴിക്കും, ഒന്ന് കൂളാവട്ടെ. മമ്മയോട് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ട് തന്നെ. ഒരു പാവം സൂക്കേടുകാരി തള്ള. അതില് വേറെ ഒരു കമ്മിറ്റ്മെന്റ്സും ഉണ്ടായിരുന്നില്ല. പക്ഷെ മോളോട് അങ്ങനെയാണോ? നിന്റെ ചെലവുകൾ, മമ്മയുടെ സർജറിക്കും ചികിത്സയ്ക്കുമുള്ള പണം, പിന്നെ ബാങ്കുകാരും കടക്കാരും മോളെ ശല്യം ചെയ്തപ്പോ തന്ന പ്രൊട്ടക്ഷൻ, എല്ലാത്തിനും കണക്കുള്ളതല്ലേ? അപ്പോ സ്നേഹവും സെക്സും ഒക്കെ പലിശ ചേർത്ത് ഞാനങ്ങ് പിടിച്ചു. ഇത്രയും കാലമില്ലാത്ത എതിർപ്പ് ഇനി വേണ്ട, മനസ്സിലായോ? അവിടെ അവളും ഇപ്പൊ ഇവിടെ നീയും. സമ്മതിക്കത്തില്ല രണ്ടിനെ ഞാൻ. നമ്മുടെ കാര്യം അവൾ അറിഞ്ഞോ? നീ വിളിച്ച് പറഞ്ഞായിരുന്നോ? പറയടി. എന്നെ ഒരു പോറല. അമ്മ മരിച്ച് 16 അടി എന്തെങ്കിലും കഴിയണ്ടേ? ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് പോയി കിടക്കും. ആ വിവേകാനന്ദനല്ലേ ഇത്? ഏത് വിവേകാനന്ദൻ? നമ്മുടെ ഡയാനയുടെ പാർട്ട്ണർ ആണോ? പ്ലീസ്. ഇത് അയാളുടെ പുതിയ ഇരയാവാനാ സാധ്യത. കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ബ്യൂട്ടീഷ്യനാ. ഇയാൾ ആ പാർലറിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്ന് മുമ്പിലുള്ള ഷോപ്പുകാരൻ പറഞ്ഞു. ഇവൻ ശരിക്കൊരു പെർവേർട്ടഡ് വുമണൈസർ തന്നെയാ. എന്തേലും ആവട്ടെ, എനിക്കകം മടുത്തിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, നീ വെറൊരു ഫൂളാ. അയാൾ വരും, തിന്നും, ലേഹ്യം കഴിക്കും, പെർഫ്യൂം അടിക്കും, കൊഞ്ചിക്കൊഴയും, നിന്നെ പിച്ച് പറിക്കും. നീ അതൊക്കെ സഹിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇറക്കി വിടണം. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല, കേസ് കൊടുക്കണം. അയാളുടെ സർക്കാർ ജോലിയും തെറിക്കും, അകത്തു ആവും. ഞാൻ ആലോചിക്കാതെ അല്ല, പിന്നെ അതിന്റെ പുറകെ നടക്കണം. കാശും വേണം. നമ്മൾ കാണുന്നതല്ലേ, അയാൾ എങ്ങനെയെങ്കിലും ഊരിപ്പോരും. പിന്നെ എത്ര കാലം വെച്ചാൽ അതൊക്കെ സഹിക്കുക? ഇതിനൊരു അവസാനം വേണ്ടേ? നാട്ടിലുള്ള ഭാര്യ പാവം ഇയാളുടെ കളികളൊന്നും അറിയാതെ വെച്ചും വിളമ്പി കൂടെ കിടന്നുകൊടുത്തോണ്ടിരിക്കല്ലേ. അതിന് അവരിതൊക്കെ അറിയിച്ച് റിവഞ്ച് എടുക്കാനോ? അതൊരു തരം ചീപ്പ് ഇടപാടാ. അതിന് ഞാനില്ല. അയ്യോ അതല്ല, ബെഡില് നിന്റെ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കില്ലേ അവരും.